ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. ജൂലൈ മാസം മുതൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട ദൈവിക ശബ്ദങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഈ സമയമെടുക്കുക. 2025 6 മാസങ്ങൾ നമ്മളെ വിട്ട് കടന്നുപോയിരിക്കുകയാണ്. ഈ അടുത്ത 6 മാസങ്ങൾ, ജൂലൈ മുതലുള്ള 6 മാസങ്ങൾ നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലെ ദൈവിക പദ്ധതികൾ നടക്കുന്നതിനും വാഗ്ദത്തങ്ങൾ സംഭവിക്കുന്നതിനും ഉള്ള എല്ലാ തടസ്സങ്ങളെയും ദൈവം മാറ്റി നിങ്ങളെയും ദൈവത്തെയും ഒരു ഡിവൈൻ അലൈൻമെന്റിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്ന മാസങ്ങളായിരിക്കും ഇനി മുമ്പിലുള്ളത്. ഒരുപാട് വാഗ്ദത്തങ്ങൾ കേട്ടിട്ടും പലതും വാഗ്ദത്തങ്ങൾ നടക്കാതെ ഡിലേ ആയി പോകുന്ന കാര്യങ്ങളുടെ തടസ്സങ്ങൾ പരിശുദ്ധാത്മാവ് മാറ്റും. യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്: ഞാൻ ദുർഘടങ്ങളെ നിരപ്പാക്കും, താമ്ര കഥകളെ തകർക്കും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുമെന്ന്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന മാസങ്ങളായിരിക്കും ജൂലൈ മുതലുള്ള മാസങ്ങൾ. ഒരു വാഹനത്തിന്റെ എല്ലാ വീലുകളും ഒരുമിച്ച് അലൈൻമെന്റ് ആയി നിൽക്കുമ്പോഴാണ് ആ വാഹനത്തിന് സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഹിതങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളുമായിട്ട് ദൈവം ഒരുമിച്ച് അലൈൻ ചെയ്തിട്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്മൂത്തായ ക്രിസ്ത്യൻ ലൈഫും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവികമായ വേഗതയും നിങ്ങൾ ആർജിക്കുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു റീ അലൈൻമെന്റ് നിങ്ങളുമായിട്ട് ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മാസങ്ങളായിരിക്കും. ദൈവത്തിന്റെ പദ്ധതികളും നിന്റെ പദ്ധതികളും എന്നുള്ളതല്ല, ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് നിന്നെ എത്തിക്കുവാനുള്ള റീ അലൈൻമെന്റ് പരിശുദ്ധാത്മാവ് വരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ഹിതത്തിലും അനുസരണത്തിലും ദൈവിക സ്വപ്നത്തിലും നാം കയറി നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ദൈവികമായ വേഗത വർദ്ധിക്കുന്നത്. നിങ്ങളുടെ ആത്മീക ജീവിതം ശാന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണോ? എന്നാൽ വേഗത്തിൽ ദൈവവചനത്തെ അനുസരിക്കുക, ദൈവത്തിന്റെ സ്വപ്നങ്ങളിലേക്ക് നിന്നെ അലൈൻ ചെയ്തു വെക്കുക. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ആർജിച്ചിട്ടില്ലാത്ത ഒരു ദൈവിക വേഗതയിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ നടത്താൻ പോകുന്നു. അനുസരണമാണ് ദൈവിക വേഗത നമുക്ക് നൽകി തരുന്നത്. ഈ ദിവസങ്ങളിൽ അതിശക്തമായ നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള ആ സ്നേഹത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരിക. ഈ മാസങ്ങളിൽ ആദ്യ സ്നേഹത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരിക. പ്രാർത്ഥനകളുടെ ആ സമയം കുറച്ചുകൂടെ നിങ്ങൾ നീട്ടുക. കുറച്ചുകൂടെ സമയം ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. ഇപ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഒരു അലൈൻമെന്റും ആക്സിലറേഷനും നടക്കുവാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ചു പറയുന്നു, ഒരു റീ അലൈൻമെന്റും ആക്സിലറേഷനും നടക്കാൻ പോകുന്നു. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പേപ്പർ എടുക്കുക. എവിടെയൊക്കെയാണ് നിനക്ക് അലൈൻമെന്റ് ദൈവം ചെയ്യേണ്ടത്? എവിടെയൊക്കെയാണ് ദൈവത്തിന്റെ ഹിതങ്ങളിൽ നിന്നും നീ സ്ലൈറ്റ് ആയിട്ടെങ്കിലും മാറി നടക്കുന്നതായിട്ട് നിനക്ക് തോന്നുന്നത്? അതെല്ലാം ഇപ്പോൾ തന്നെ എഴുതി വെക്കുക. എന്നിട്ട് ദൈവത്തോട് പറയുക, കർത്താവേ, എനിക്ക് ഈ മേഖലകളിൽ ഒരു ദൈവികമായ അലൈൻമെന്റിന്റെ ആവശ്യമുണ്ട്. എനിക്ക് ഈ മേഖലകളിലൊക്കെ ഒരു ദൈവികമായ ആക്സിലറേഷന്റെ ആവശ്യമുണ്ട്. മടിക്കാതെ ഇപ്പോൾ തന്നെ ഒരു പത്രം, ഒരു പേപ്പർ എടുക്കുക. അലൈൻമെന്റ് സംഭവിക്കേണ്ട ഭാഗങ്ങളും ആക്സിലറേഷൻ നടക്കേണ്ട ഭാഗങ്ങളും എഴുതി വെക്കുക. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിക്കുക. അടുത്ത 6 മാസങ്ങൾ സൂപ്പർ നാച്ചുറലായ സ്പീഡ് നിനക്ക് വർദ്ധിക്കും. അസാധാരണമായ വേഗതകൾ നിനക്ക് വർദ്ധിക്കും. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയത്തില്ല. ഇത് ഡിലേയുടെ മാസങ്ങളല്ല, ഇത് ദൈവികമായ നന്മകൾ നിങ്ങൾ സ്വീകരിക്കുന്ന മാസങ്ങൾ. അമേൻ പറഞ്ഞ് ദൂതിനെ സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കുമാറാണ്.